ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ കരുത്ത് എവിടെയാണ്? അത് നമ്മുടെ പാർലമെന്റിൽ നടക്കുന്ന ചർച്ചകളിലാണ്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് പലതരത്തിലുള്ള വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരീക്ഷാ പേ ചർച്ച, മൻ കി ബാത്ത് തുടങ്ങി ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന നിരവധി ചർച്ചാ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. എന്നാൽ മറുവശത്ത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കേണ്ട പാർലമെന്റ് അർത്ഥവത്തായ സംവാദങ്ങളില്ലാതെ നിശബ്ദമാക്കപ്പെടുന്നു. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവാദങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ പറയുന്നത്. കുട്ടികളുമായി സംവദിക്കാൻ പരീക്ഷാ പേ ചർച്ച, ജനങ്ങളുമായി സംവദിക്കാൻ റേഡിയോ വഴി മൻ കി ബാത്ത്, വിദേശ രാജ്യങ്ങളിൽ പോയി NRIകളുമായും സംസാരിക്കുന്നു. ഇത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടാറുമുണ്ട്. പക്ഷേ ഈ ചർച്ചകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാം ഏകപക്ഷീയമാണ്. അതായത് അവിടെ ചോദ്യങ്ങളില്ല. തനിക്ക് സൗകര്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി നമുക്ക് പാർലമെന്റിലേക്ക് വരാം. ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവിടെ എന്താണ് സംഭവിക്കുന്നത്? പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാതലായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അതിർത്തിയിലെ പ്രശ്നങ്ങൾ, ഇവയിലെല്ലാം ചർച്ചകൾ വേണമെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അതെല്ലാം തടസ്സപ്പെടുത്തുന്നു. ചർച്ചകൾ ഇല്ലാതെ തന്നെ ബില്ലുകളെല്ലാം പാസാക്കിയെടുക്കുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി പാർലമെന്റ് സമ്മേളനങ്ങളുടെ ദൈർഘ്യം കുറഞ്ഞു വരുന്നു. പ്രധാനപ്പെട്ട ബില്ലുകൾ പാർലമെന്ററി കമ്മിറ്റികളുടെ പരിശോധനയ്ക്ക് വിടാതെ ധൃതി പിടിച്ച് പാസാക്കിയെടുക്കുന്നു. ചോദ്യോത്തര വേളകൾ വെട്ടിക്കുറയ്ക്കുന്നു. ചുരുക്കത്തിൽ ജനപ്രതിനിധികൾക്ക് സർക്കാരിനെ ചോദ്യം ചെയ്യാനുള്ള വേദിയായി പാർലമെന്റ് മാറുന്നില്ല. ഇവിടെ നടക്കുന്നത് പാർലമെന്റിനെ മറികടന്നുകൊണ്ടുള്ള ജനപ്രിയ പ്രതിച്ഛായ നിർമ്മിക്കാനുള്ള ശ്രമമാണ്. പാർലമെന്റിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ തങ്ങളുടെ അണികളുടെ മുമ്പിൽ ചെന്ന് വികാരഭരിതരായി സംസാരിക്കുന്നത് അവരുടെ കയ്യടി നേടാൻ വേണ്ടി മാത്രമാണെന്നാണ് ആരോപണം. ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രധാനമന്ത്രി ജനങ്ങളോട് മാത്രമല്ല, പാർലമെന്റിനോടും ഉത്തരവാദിത്തമുള്ളവനാണ്. എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രതിപക്ഷാംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്നതും മൈക്കുകൾ ഓഫ് ചെയ്യുന്നതും പോലുള്ള നടപടികൾ നമ്മുടെ പാർലമെന്ററി മര്യാദകളെ തകർക്കുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ചർച്ചകൾ ധാരാളം നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഭരണഘടനാപരമായ വേദികളിലല്ല, തെരുവുകളിലും മറ്റു സ്റ്റേജുകളിലുമാണ് ആ പ്രസംഗങ്ങളെല്ലാം നടക്കുന്നത്. ഇങ്ങനെ ക്യാമറകൾക്ക് മുന്നിലും മറ്റും നടക്കുന്ന ഏകപക്ഷീയമായ പ്രസംഗങ്ങളെയല്ല നാം ജനാധിപത്യ ചർച്ചകൾ എന്ന് വിളിക്കേണ്ടത്. പാർലമെന്റ് എന്നത് വെറും കെട്ടിടമല്ല, അത് വിയോജിപ്പുകളുടെയും ചോദ്യം ചെയ്യലുടെയും ഇടമാണ്. ആ ശബ്ദങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് പുറത്ത് എത്ര വലിയ ആഘോഷങ്ങൾ നടത്തിയാലും അത് ജനാധിപത്യപരമല്ല. പാർലമെന്റ് നിശബ്ദരാകുമ്പോൾ ഇവിടെ നിശബ്ദരാകുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ കൂടിയാണ്.